2018 ഫെബ്രുവരി 22 ഒരുപക്ഷെ ആ ദിവസം കേരളം ഒട്ടും മറക്കാനിടയില്ല. അന്നായിരുന്നു പാലക്കാട് അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും അതിന് പിന്നാലെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. മധുവിനെതിരായ കുറ്റമെന്ന് പറയുന്നത് വിശന്നു വലഞ്ഞപ്പോൾ ഭക്ഷണ സാധനങ്ങൾ, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു എന്നതായിരുന്നു. എന്തായാലും സമാനമായ സംഭവം ഇനി ഒരിക്കലും കേരളത്തിൽ ആവർത്തിക്കല്ലേ എന്ന് നമ്മളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷേ വീണ്ടും ഇതാ ഒരു മാറ്റവുമില്ലാതെ സമാനമായ രീതിയിലുള്ള സംഭവം വീണ്ടും പാലക്കാട് വാളയാറിൽ നടന്നിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസമാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ തൊഴിൽ തേടിയെത്തിയ അല്ലെങ്കിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതായിരുന്നു രാംനാരായണൻ. അദ്ദേഹത്തെയും സമാനമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു. അതിന് പിന്നാലെ അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അതിൽ എടുത്തു പറയേണ്ട ആ വീഡിയോ കാണുമ്പോൾ എടുത്തു ചോദിക്കുന്നുണ്ട്, നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടാണ് അയാളെ ആൾക്കൂട്ടം മർദ്ദിക്കുന്നത്. എന്തായാലും കേസെടുത്ത് കുറച്ചുപേരെയൊക്കെ പിടിയിലായിട്ടുണ്ട്. പക്ഷേ എങ്കിലും നോക്കൂ, ആ കുടുംബത്തിന് 2 കുട്ടികളുണ്ട്. ആ കുടുംബത്തിന് നാഥനെ നഷ്ടമായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നു? നമ്മൾ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ പ്രബുദ്ധരാണ്, അക്ഷര വിദ്യാഭ്യാസമുള്ളവരാണ് എന്നൊക്കെ വലിയ മേനി പറയുന്നവരാണ് കേരളം. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുവരുന്ന പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ വല്ലാത്തൊരു ഭീതി, ആശങ്കയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. ദാവൂദ് സാർ, എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ കേരളത്തെക്കുറിച്ച് തന്നെ നമ്മളിങ്ങനെ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലും ഉണ്ടാവുന്നത്. തലതാഴ്ത്തുക എന്ന് പറഞ്ഞാലേ ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നാണ് ഈ 2 മക്കളുടെ അച്ഛനാണ് അദ്ദേഹം എന്ന് അറിയുന്നത്. ഒന്ന് ആലോചിച്ച്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്? ഇപ്പോൾ ഒരാളെ ഇങ്ങനെ അടിക്കുമ്പോൾ എന്നുള്ളതല്ല, നമ്മുടെ തെരുവിൽ എല്ലായിടത്തും ഇപ്പം ബംഗാളികളും മൊറീസക്കാരും നമ്മൾ ഭായിമാരെന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. ജനറലി ഒരു പുച്ഛഭാവം എല്ലാവരും അവരോട് സൂക്ഷിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചോ, നമ്മൾ അവരോട് ആ പുച്ഛഭാവം സൂക്ഷിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഈ നിൽക്കുന്ന റോഡും നമ്മൾ ഈ കാണുന്ന വികസനങ്ങളും ഒക്കെ സാധ്യമാക്കിയത് ഇതേപോലെ നമ്മുടെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും മറ്റു നാടുകളിൽ പോയി പണിയെടുത്തിട്ട് കൂടിയല്ലേ, അവരുണ്ടാക്കി തന്ന അവരയച്ച പണം കൊണ്ട് കൂടിയല്ലേ നമ്മളിങ്ങനെ ഗർവ് കാണിച്ച് നിൽക്കുന്നത്. അതൊന്നും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഭായിമാരെ കാണുമ്പോൾ നമ്മുടെ സംസാരത്തിലാവട്ടെ, ഭാവത്തിലാവട്ടെ, ഒരു ഈ വരത്തൻ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഉണ്ടാകുന്ന അങ്ങനെയാണ്. ആക്ച്വലി എല്ലാവരും വരത്തന്മാരാണല്ലോ. എല്ലാവരും ഒരാളും ഒരു സ്ഥലത്ത് തന്നെ എല്ലാ കാലവും നിൽക്കുന്നില്ല. എല്ലാ മനുഷ്യരും എല്ലായിടത്തും ഒരർത്ഥത്തിൽ വരത്തന്മാരാണ്. അപ്പോൾ ഇത് ജനറലി ഈ ഒരു സംഗതിയുണ്ട് വരത്തന്മാരോട്, അല്ലെങ്കിൽ നമ്മൾ അതിഥി തൊഴിലാളികളെന്നോ അല്ലെങ്കിൽ ഭായിമാരെന്നൊക്കെ വിളിക്കുന്ന ആളുകളോടുള്ള ഒരു മാറ്റി നിർത്തൽ. പിന്നെ മധുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വംശീയമാണ്. ആദിവാസികൾ ഇപ്പോൾ ഒരു വീട്ടിൽ കോഴിയെ കാണുന്നില്ലെങ്കിൽ അത് ആദിവാസി കൊണ്ടുപോയതായിരിക്കും എന്ന ഒരു മുൻധാരണ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇനി അങ്ങനെ ഒരാളെ ഒരു ബംഗാളിയെ ഒരു ഹിന്ദിക്കാരൻ ഒരു തെരുവിൽ തല്ലുന്നത് കണ്ടാൽ ആ തെരുവിൻ്റെ മറ്റ് ഭാഗത്ത് നിൽക്കുന്ന ആളുകളും കൂട്ടത്തിലോടി വന്ന് തല്ലിക്കൊണ്ടിരിക്കും. എന്തിനാ തല്ലണമെന്ന് ചോദിച്ചാൽ എന്തിനാ തല്ലെന്ന് വെച്ചാൽ ആർക്കും ഉത്തരം ഉണ്ടാവില്ല, പക്ഷെ തല്ലുന്നുണ്ടാവും. ഇതൊരു ആൾക്കൂട്ട മനഃശാസ്ത്രമാണ്. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തോടൊപ്പം ഇതിൽ കൃത്യമായിട്ട് പറയണത്, ഇതിൽ പ്രതികളായവരിൽ 3-4 പേർ RSS പ്രവർത്തകരാണ്. അത് മനസ്സിലാക്കണം. ഈ മനുഷ്യരോട് ഇവർ ചോദിക്കുന്ന വീഡിയോയിലുണ്ട്, ബംഗ്ലാദേശിയാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി അവ്യക്തമാണ്. എനിക്കതിന് മേരെ ബഹൻ എന്തോ പറയുന്നുണ്ട്, മേരെ ബഹൻ എന്ന് പറയുന്നതാണോ, ഇനി നാടിൻ്റെ പേര് പറയുന്നതാണോ എന്ന് പറയുന്നത്. പിന്നെ എന്തോ ഒരു ചോദ്യം വരുന്നു, ജി എന്നൊരു വാക്ക് വരുന്നു. അപ്പോഴേക്ക് എഗൻ തലക്കടി വരുന്നു. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിയായ ഒരാളാണ്, അയാൾ കൊല്ലപ്പെടണം എന്ന ഭാവനയാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള സംഘമിത്രങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുന്ന ബംഗാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മലയാളികളല്ലാത്ത ആളുകളെല്ലാം ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യകളാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു സന്ദേശം നിരന്തരമായിട്ട് പോകുന്നുണ്ട്. ആ സന്ദേശം ഇവർ വെറുതെ സംഭവിക്കുന്നതല്ല. നമ്മുടെ മുൻ പോലീസ് മേധാവിയായിട്ടുള്ള TP സെൻകുമാർ എന്ന് പറയുന്ന മാന്യൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഡസനോളം വീഡിയോസ് ഉണ്ടാവും. ഇത് ബംഗ്ലാദേശികൾ ഇവിടെ വന്നിട്ട് ജനസംഖ്യാ ഘടനയിൽ പോലും മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉത്തരവാദപ്പെട്ട കേരളത്തിലെ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ ഒരു സംഗതിയാണ് നാട്ടുകാരിലേക്ക് കൊടുക്കുന്നത്. ഞാൻ അങ്ങനത്തെ സുഗതകുമാരി ടീച്ചർ പോലും ഇതെന്തോ ഒരു കുഴപ്പം പിടിച്ച സംഗതിയാണ് എന്ന നിലയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്
ഈ എന്താണ് നമ്മൾ പറയുക, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്തൊരു പ്രശ്നമാണ് എന്ന ജനറലായിട്ടുള്ളൊരു ധാരണ. അതിൻ്റെ കൂടെ ഇവരൊക്കെ ബംഗ്ലാദേശികളോ റോഹിംഗ്യകളാണോ ആണ് എന്ന് നിരന്തരമായിട്ട് വന്നുള്ള പ്രചാരണം. അപ്പം ഈ പാവത്ത് ഇടിച്ച സംഘമിത്രത്തെ സംബന്ധിച്ചിടത്തോളം അയാളൊരു രാജ്യസ്നേഹപരമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നു. അവരെ ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരനെ കിട്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയും രാജ്യത്തിന് ആഭ്യന്തരമന്ത്രി പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ്, ബംഗ്ലാദേശികളെ കുറിച്ചാണ്. അപ്പോൾ ഇടിക്കുക തന്നെ, അവനെ തീർക്കുക എന്നുള്ളതാണ്. ആ ഒരു വിജംഭൃത ദേശസ്നേഹമാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യനെ കൊല്ലുന്നു. ഇപ്പോൾ അതിനെതിരെ അയാൾ ബംഗ്ലാദേശി അല്ല എന്ന് മനസ്സിലാവുന്നു, പിന്നെ ഛത്തീസ്ഗഡുകാരനാണെന്ന് മനസ്സിലാവുന്നു. നമ്മുടെ മിത്രങ്ങൾ തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പം ഈ ഐക്യവേദിയുടെ നേതാക്കന്മാർ വരെ പ്രസ്താവനയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹം ബംഗ്ലാദേശ് വിട്ടേക്ക്, ഛത്തീസ്ഗഡല്ല, ബംഗാളിയാണെന്ന് വിചാരിക്കുക, കൊല്ലപ്പെട്ട ആൾ ബംഗാളിയാണെന്ന് വിചാരിക്കുക, ഈ അപലപനം വരുമായിരുന്നു? അയാൾ ബംഗാളിയാവില്ല, അത് ബംഗാളിയോ അസമിയോ ആണെന്ന് വിചാരിച്ചോട്ടെ, അയാൾ ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയ ബംഗ്ലാദേശി ആയിരിക്കും എന്ന് തീർപ്പിലെത്തും. അപ്പോൾ ഇദ്ദേഹം അറിയാതെ കൊല്ലപ്പെട്ടതല്ല, ഒരു ഛത്തീസ്ഗഡുകാരനല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്, ഒരു ബംഗാളിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അയാൾ ബംഗ്ലാദേശിയാണ് എന്ന ധാരണയിലാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. മനസ്സിലായില്ലേ? അതെന്ന് വെച്ചാൽ അതൊരു ആ നിലക്കൊരു കൃത്യമായി ആൾക്കൂട്ടക്കൊല എന്ന വാക്കതിന് മതിയാവില്ല. ഇത് കൃത്യമായും ഒരു വംശീയാതിക്രമമാണ്. ഇതൊരു ബംഗ്ലാദേശിയായ മുസ്ലിം ആയിരിക്കും എന്ന ധാരണയിലാണ് ഈ പാവത്തെ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വംശീയ കൊലയാണ്, വംശീയാതിക്രമമാണ്. ഇനി യഥാർത്ഥ ബംഗ്ലാദേശി തന്നെയാണെന്ന് വിചാരിക്കുക, നമുക്ക് ബംഗാളിയല്ല അസമയം ഒന്നുമല്ല, സാക്ഷാൽ ബംഗ്ലാദേശിയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാളെ കൊല്ലാൻ ഇവർക്കാരും അധികാരം കൊടുത്തിരിക്കുന്നത്? അത് ഒന്നാമത് ബംഗ്ലാദേശ് പറഞ്ഞാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണല്ലോ. അവിടുന്ന് ഒരാൾ ഇവിടം വരെ എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ, അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങൾ എന്തുമാത്രം ദുർബലമാണെന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അമിത്ഷായുടെ സംവിധാനങ്ങളൊക്കെ ദുർബലമായപ്പോൾ സംരക്ഷിക്കാൻ ഈ മിത്രങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. മിത്രങ്ങൾക്ക് ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്? ഈ പാവത്ത് നോക്കൂ, അദ്ദേഹത്തിൻ്റെ മുഖം നോക്കൂ, അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം നോക്കൂ. മെലിഞ്ഞു ഒട്ടിയ ആ മനുഷ്യൻ കാണുമ്പോൾ തന്നെ പരിക്ഷീണനാണ്, വിശക്കുന്നു എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരാളെ ഇങ്ങനെ മുഖത്ത് അടിക്കുവാൻ അവർ നയിക്കുന്ന മനോവികാരം എന്താണ്? എന്ത് രാജ്യസ്നേഹമാണിത്? ഇത്രയും പരിക്ഷീണനായ ഒരു മനുഷ്യനെ, നിസ്സഹായനായ ഒരു മനുഷ്യനെ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ഇടിക്കണമെങ്കിൽ ഇവരുടെ മാനസിക നില എന്താണ്? മാനവിക ബോധം എന്താണ്? മനുഷ്യനേക്കാൾ, മനുഷ്യൻ്റെ വേദനയേക്കാൾ, മനുഷ്യൻ്റെ പട്ടിണിയേക്കാൾ അവരെന്താണ്? രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ വംശീയതയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച ഒരു നിസ്സഹായനായ മനുഷ്യനെ അടിക്കാൻ പറ്റുന്നത്. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. ഈ നടന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? വാളയാറിൽ ഇങ്ങനെ പൊടുന്നനെ സംഭവിച്ചൊരു കാര്യമല്ല. കാലങ്ങളായി ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, പ്രത്യേകതരം ചിന്താ പദ്ധതിയുണ്ട്. അതിൻ്റെ ഫലമാണ് ഇതിലെ പ്രതികൾ അവരെ മുഴുവൻ പിടികൂടുക, മാതൃകാപരമായി ശിക്ഷിക്കുക, ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. യെസ്, അതാണ്. പക്ഷേ ഇത് നമ്മളൊക്കെ എത്രയൊക്കെ പ്രബുദ്ധരാണോ എന്നൊക്കെ മേനി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വംശീയ വെറി അതുണ്ട്. അതെപ്പോഴെങ്കിലും ഒക്കെ മറനീക്കി പുറത്തു വരും. അതിൻ്റെ തെളിവാണ് വാളയാറിൽ കണ്ടത്. അത് വളരെ ആസൂത്രിതമായി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വംശീയത മലയാളിയെ നല്ല നിലയ്ക്ക് പിടികൂടിയിട്ടുണ്ട് എന്ന് ഭയപ്പെടേണ്ട സന്ദർഭമാണ്. ഇതൊരൊറ്റ കേസായി മാത്രമായിട്ടല്ല നമ്മൾ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം ഈ സംഭവം നോക്കൂ, ഇത് ഒരു 2 കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനെ ഒരു ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കാരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്തായിരുന്നാൽ തന്നെയും ആൾക്കൂട്ടത്തിന് അയാളെ തൊടാനുള്ള റൈറ്റ് ഇല്ല. ഇനി അയാൾ കുറ്റവാളിയാണെങ്കിൽ കൂടിയും, മോഷ്ടാവാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ അയാൾ ബംഗ്ലാദേശി ആണെങ്കിൽ കൂടിയും അയാളെ തൊടാനോ തല്ലിക്കൊല്ലാനോ റൈറ്റ് ആൾക്കൂട്ടത്തിനില്ല. അതുകൊണ്ട് കാരണത്തെക്കുറിച്ച് നാം സംസാരിക്കേണ്ടതില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാളെ തല്ലിക്കൊന്നിരിക്കുന്നു, ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു പാവ മനുഷ്യനെ തല്ലിക്കൊന്നിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് ചോദിക്കുകയാണ്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ വിഷയമായിട്ടെങ്കിലും അത് മാറിയിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണ വിഷയമായിട്ട് മാറിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഞെട്ടലുണ്ടോ? എന്ന് വെച്ചാൽ ഇത് പതിയെ നമ്മളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുകയാണ് എനിക്ക്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഹിറ്റ്ലർ ഒരു കാര്യം പറയുന്നുണ്ട്, സ്നേഹത്തേക്കാൾ ആയുസ് വെറുപ്പിനാണ്. സ്നേഹം ഒരു നൊടിയോടെ കൊണ്ട് തകർന്നു പോയേക്കാം, വെറുപ്പ് അങ്ങനെയല്ല. 2 വ്യക്തികൾക്ക്, 2 സമൂഹങ്ങൾക്ക്, 2 വിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പ് ആഴത്തിൽ പിടിച്ചാൽ അത് പൊളിയാൻ പാടാണ്. ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വെപ്പണും അതായിരുന്നു. അതുകൊണ്ട് അയാൾ എത്ര ആയിരം മനുഷ്യരെ കൊന്നു തള്ളി, നമ്മൾ കണ്ടതല്ലേ. വെറുപ്പ് എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. ആ പദ്ധതി ആസൂത്രിതമായി നടപ്പിലാക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ആൾക്കൂട്ടത്തെയും പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അത് വെറുപ്പ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? വെറുപ്പ് ഒരു ആശയമായിട്ട് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നു, ആൾക്കാർ അതിങ്ങനെ കാണുന്നു, അവരുടെ മനസ്സിൽ അതുണ്ട്. അതിനൊരു ഭൗതിക രൂപം കൈവന്നു കഴിഞ്ഞാൽ നമ്മളത് നോർത്തിലേ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഗുജറാത്തിലെ കലാപങ്ങളോ വംശഹത്യകളെ കണ്ടിട്ടുള്ളൂ. ഈ വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു ആശയവും ഭൗതിക രൂപമായി കഴിഞ്ഞാൽ അതിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതിപ്പോൾ ഏത് മതങ്ങളുടെ ആശയമായാലും അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ ആശയമായാലും വെറുപ്പായാലും സ്നേഹമായാലും ഒക്കെ, വെറുപ്പ് നമ്മളെ ഭൗതിക രൂപത്തിൽ പിടികൂടി തുടങ്ങിയിരിക്കുന്നു എന്ന് നാം ഭയപ്പെടണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചു. ആ ബംഗ്ലാദേശിയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ആധുനിക ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവൈഡ് പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബംഗ്ലാദേശികൾ കടന്നു വരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിപ്പ ഉണ്ടായപ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട BJP നേതാവ് എഴുതിയത് ബംഗ്ലാദേശികൾ കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ നിപ്പ ഉണ്ടാവേണ്ട കാര്യമില്ലെന്നാണ്. അതിനകത്ത് വംശീയത എങ്ങനെ ഇഞ്ചക്ട് ചെയ്യാം എന്നാണ് അവർ പരിശ്രമിച്ചത്. ഒരു യുവ BJP നേതാവ് എഴുതിയാണ്. അപ്പം ഈ ആളുകൾക്കിടയിൽ ഡിവൈഡ് ഉണ്ടാക്കുക. ഇപ്പോൾ ഈ ഗ്രിഗറി സ്റ്റാൻറ്റൺ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ഈ വംശഹത്യയുടെ 10 തലങ്ങളെക്കുറിച്ച് ഒരു സിദ്ധാന്തം തയ്യാറാക്കിയിട്ടുണ്ട്. ജനോസൈഡ് വാച്ചിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആളുകളെ ആദ്യം നിങ്ങളും അവരും എന്ന നിലയ്ക്ക് വിഘടിപ്പിക്കുകയാണ് ഒന്നാമത്തെ പണി. അതിനുശേഷം 9 ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ പണി അവരും നമ്മളും. അവർ അപരന്മാർ, പുറത്തുനിന്ന് വന്നവർ, കടന്നുകയറ്റക്കാർ, ഇൻവേർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം രണ്ടാക്കി തിരിക്കും. പിന്നെ അവരെ ചാപ്പയടിക്കും, അവരെ കളർ ചെയ്യും, അവർക്ക് ചിഹ്നങ്ങൾ അവരുടെ മാറ്റും, പിന്നെ അവരെ കൊല്ലാനും അവരെ ആക്രമിക്കാനുള്ള സംഘങ്ങൾ ഉണ്ടാക്കും, അവരെ പീഡിപ്പിക്കും, വംശഹത്യകൾ നടത്തും, അത് നിഷേധിക്കും, തെളിവ് നശിപ്പിക്കും. അങ്ങനെ കുറേ ഘട്ടങ്ങളുണ്ട്. പക്ഷേ ആദ്യത്തെ സംഗതി ആളുകൾക്ക് ഒരു കളർ കൊടുക്കും. ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ദലിതർ, ഇങ്ങനെ ആളുകളെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവൈഡിനകത്താണ് പിന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വംശീയതയുടെ ഒരു ടൂൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശി എന്നുള്ളതാണ്. ബംഗ്ലാദേശികളെ ഓടിക്കാനാണ് പൗരത്വ നിയമം. ബംഗ്ലാദേശികളെ ഓടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ പറഞ്ഞ SIR. ബംഗ്ലാദേശികളെ ഓടിക്കാനാണ്. എല്ലാത്തിനും ഒരു കാരണമായിട്ട് ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശികൾ നാടിൻ്റെ ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വെറുപ്പ് വലിയ തോതിൽ നമ്മളെ പിടികൂടിയിരിക്കുന്നു. അതിലൊരു കൂട്ടം ആൾക്കാർ വാളയാറിൽ വന്നിറങ്ങിയ ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നു. അവർ ആ 4 പേരോ 5 പേരോ മാത്രമല്ല, അതിനോട് ഈ അഖിലാഖിൻ്റെ മരണം ഉണ്ടായപ്പോൾ ആട്ടിറച്ചി ആയിരുന്നു, ധാത്രിയിൽ ബീഫാണെന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു. ആട്ടിറച്ചി ആയിരുന്നെങ്കിലോ എന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും കമന്റിലും ചോദിച്ചത്. ആട്ടിറച്ചി ആയിരുന്നെങ്കിലോ, ബീഫാണെങ്കിലോ ഉറപ്പുണ്ടോ? ബീഫാണെങ്കിൽ യു ക്യാൻ കിൽ ഹിം, ബട്ട് ആട്ടിറച്ചി ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്തത് മോശമായി പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ആശയം പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ നടത്തുന്ന ചർച്ചയിലും അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ വരുന്ന വാർത്തയിലും മതനിരപേക്ഷ വർത്തമാനം പറയുന്ന ആൾക്കാരുടെയൊക്കെ താഴെ വന്ന് വെറുപ്പും വിദ്വേഷവും വിളമ്പുന്ന മനുഷ്യർ, അതിനുവേണ്ടി ഹെയ്റ്റ് പ്രവഹിപ്പിക്കുന്ന ഹെയ്റ്റ് ട്യൂബേഴ്സ്, അവർക്ക് തല്ലിക്കൊന്നാൽ പോലീസ് പിടിക്കും എന്നുള്ള ഒരൊറ്റ പേടി കൊണ്ട് മാത്രം റോഡിലിറങ്ങിയ ആളെ കൊല്ലാത്തവരാണ്. അവരുടെ മനസ്സിലുള്ളത് ഈ പറയുന്ന ആശയമാണ്. അപ്പോൾ അതിനകത്തൊരു ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ട് വരിക, ഈ വെറുപ്പിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അടിയന്തരാവശ്യമാണ്. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇത് കേരളത്തിൽ നടുക്കിയ ഒരു സംഭവമാണല്ലോ ദിവ്യ. എല്ലാവരും ഞെട്ടിപ്പോയ നമ്മുടെ നാട്ടിൽ നമ്മൾ ആലോചിക്കുന്നതാണ്, കേരളത്തിൽ ഇങ്ങനെ ഒരു വംശീയ കൊലപാതകം ഉണ്ടാവും, ആൾക്കൂട്ട കൊലപാതകം. ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ പോയി നോക്കി, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നോക്കി, ഒരു അക്ഷരം അദ്ദേഹം വേണ്ടിയിട്ടില്ല. പോട്ടെ, പാലക്കാട് എന്നുള്ള MP രാജേഷ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണല്ലോ ഉണ്ടായിട്ടുള്ളത് ഈ നടുക്കുന്ന സംഭവം, ഒരക്ഷരം അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. K കൃഷ്ണൻകുട്ടിയുടെ പേജിൽ പോയി നോക്കി, ഒരു ഹാൻഡിലും അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. ഇങ്ങനെയല്ല കേരളം ഇതിനോട് പ്രതികരിക്കേണ്ടത്. ഇത് കേരളത്തിൽ നടക്കില്ല എന്ന് ഉറക്കെ പറയാനും, ഇത് ഏതോ ഒരു ക്രിമിനൽ കേസ് സംഭവിച്ചിരിക്കുന്നു, ഏതോ ഒരു ആൾക്കൂട്ട കൊലപാതകം, അതിൻ്റെ പേരിൽ നടപടി എടുത്തു പോവുക പോലീസിൻ്റെ പണി എന്നല്ല, രാഷ്ട്രീയമായും സാമൂഹികമായും പ്രതിരോധത്തിൻ്റെ വലിയ ശബ്ദം ഉയർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ എന്തുമാത്രം നിർവഹിക്കുന്നുണ്ട്? അത് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വേറെയും കൂടെ ആലോചിച്ചുകൊണ്ട്, നമ്മൾ തെരഞ്ഞെടുപ്പ് അടവ് നയം എന്ന പേരിൽ ഹെയ്റ്റ് പ്രസരിപ്പിക്കുന്ന മനുഷ്യന്മാരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയ്റ്റ് പ്രസരിപ്പിക്കുന്ന മനുഷ്യന്മാരോട് കർശനമായ സമീപനം നമ്മൾ എടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞത്, ഹെയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിറ്റ്ലർ പറഞ്ഞ വാചകം വീണ്ടും അതൊരു തെരഞ്ഞെടുപ്പ് അടവ് നയത്തിൽ അവസാനിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ ഇപ്പോൾ നമുക്ക് ജൂൺ മുതൽ ജൂലൈ വരെ തെരഞ്ഞെടുപ്പ് വിഷയത്തിന് വേണ്ടി നമുക്ക് കുറച്ച് വെറുപ്പ് ഉപയോഗിച്ച് കളഞ്ഞേക്കാം, എന്നിട്ട് വെറുപ്പ് വിടാം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. വെറുപ്പ് അതിൻ്റെ തുടർച്ചയെ ഉറപ്പാക്കും. നമ്മളെ ചിലപ്പോൾ വിടുമായിരിക്കും, നമുക്ക് അടവ് നയമായിരിക്കും. അത് ആളുകളെ കൊന്നുകൊണ്ടിരിക്കും, ആളുകൾക്കിടയിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുണ്ടാക്കും. നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ടായിട്ടുള്ള കലാപ ഭൂമികയിൽ പോയാൽ അത് ഉണ്ടാക്കിയിട്ടുള്ള വടുക്കൾ ഇപ്പോഴും ഉണങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ആര് പറയുന്ന വെറുപ്പിനോടും, ഏത് വലിയ പുള്ളികൾ പറയുന്ന വെറുപ്പിനോടും നമുക്കൊരു അനുഭാവത്തിൻ്റെ സമീപനം എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ദുരന്തമാണ് ഈ കാണുന്നത്. നമുക്കിടയിൽ നമ്മുടെ ശത്രുക്കളുണ്ടെന്ന്, ഇൻവേർഡേഴ്സ് ഉണ്ടെന്ന്, അവർ നമ്മളെ കൊള്ളയടിക്കാനും വന്നിട്ടുള്ളവരാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യൂട്യൂബേഴ്സും ഈ വാട്സാപ്പ് വീഴുന്ന ആൾക്കാരൊക്കെ. ഇപ്പോൾ അവർക്ക് തല്ലിക്കൊല്ലാൻ പറ്റുന്നില്ല പലർക്കും. ബാക്കി പല ആൾക്കാരും താഴെ വന്ന് കമൻറ്റ് ചെയ്യുകയാണ്, ചില ആൾക്കാർ വംശീയമായ അതിക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണ്, ചില ആൾക്കാർ വ്യാജം പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. ഇതൊരു സാധാരണ കേസല്ല. അതുകൊണ്ട്
ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ കൂടി നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതൊരു ഒരു ബദൽ സംസ്ഥാനമാണെന്നും ഒരു ബദൽ രാഷ്ട്രീയ ഭൂമികയാണെന്നൊക്കെ നാം സ്വയം വിചാരിക്കുന്നു. അതിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഭയപ്പാട് എല്ലാവർക്കും വേണം, എല്ലാവർക്കും. അതാണ് ഞാൻ പറയാം. യെസ്, അതാണ്. എന്തായാലും ഈ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ വളരെ നിറകണ്ണുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ശരീരത്തിൽ ഒരു സ്ഥലം പോലുമില്ല മർദ്ദനമേൽക്കാത്തത്, അത്രയധികം പാടുകളാണ് എന്ന്. ഇങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി മർദ്ദിക്കാനും കൊലപ്പെടുത്താനും കഴിയുന്നത്? നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യജീവി തന്നെയല്ലേ അത്? ഈ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നവരായി നമ്മൾ മാറുകയാണോ? നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ആപത്കരം തന്നെയാണ്.